ഹായ്, ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാജിനി. നമ്മൾ ഇന്ന് ഒരു ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 2 ദിവസം മുൻപ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ചാനലിൽ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗോതമ്പ് പായസത്തിനുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 കിലോ ശർക്കരയാണ്. അപ്പോൾ ഇതുപോലെ ഉരുണ്ട ശർക്കര എടുക്കാം, അല്ലാണ്ട് വെല്ലം കിട്ടുമല്ലോ നമുക്ക് കട്ടയായിട്ട്, അത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ്, മുന്തിരി, 2 തേങ്ങ ചിരവിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനകത്ത് ചെറിയ ചെറിയ കല്ലുകളും പൊടികളും ഒക്കെ ഉണ്ടാവും, തവിടൊക്കെ ഉണ്ടാവും. അതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇനി നല്ലൊരു ഉരുളി, എപ്പോഴും പായസം വെക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണമല്ലോ നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ഉരുളി എടുക്കുന്നതായിരിക്കും ഉത്തമം. അതിനകത്ത് വേകാനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗോതമ്പ് വേകാനായിട്ട് വെക്കാം. ഗോതമ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തിട്ട് അത് ചൂടാറി കഴിയുന്ന സമയത്ത് അരിച്ചുകൂടെ എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവച്ച് നല്ലോണം തിരുമി ഉടച്ച് അതിനകത്തുനിന്ന് നമുക്ക് പാലെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് 1-ാം പാലും 2-ാം പാലുമാണ്. 1-ാം പാല് നമുക്ക് 1 കപ്പും 2-ാം പാല് നമുക്ക് 2-2.5 കപ്പും എടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് ഇവിടെ വെന്തിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെന്തിരിക്കുന്ന ഈ ഗോതമ്പിലോട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന 2-ാം പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 2-ാം പാല്. ഈ പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ഈ ഗോതമ്പും കൂടുതലായിട്ട് വെള്ളം പോലെ ഇരിക്കണതൊക്കെ വറ്റി വരണം. അങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ശർക്കര ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം, മധുരം എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള മധുരം ആവണ വരെ നമുക്ക് ശർക്കര മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1 കിലോ ശർക്കര മതിയാവും കേട്ടോ. ഞാനിപ്പോൾ 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇനി ശർക്കര നന്നായി വറ്റി, ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഇതുപോലൊന്ന് കൊഴുത്ത് വരുന്ന സമയത്ത് 1-ാം പാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആ 1-ാം പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. ഇങ്ങനെ മണമൊക്കെ വന്ന് നന്നായിട്ട്, അത് അധികം വറ്റേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇറക്കി മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ വറുത്ത് കോരിയിട്ട് ഇതിനകത്തോട്ട് ഇടുക. ഇനി തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടുക. ലാസ്റ്റ് ഒരു 4-5 ഏലക്കായ നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ ഓണത്തിനൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന പായസം ഇതാട്ടോ. അമ്മയുടെ സ്പെഷ്യലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.